ഇവിടുത്തെ രണ്ട് സഭകളുടെയും പ്രതിപക്ഷ നേതാവ് ജോൺ ബ്രിട്ടാസ് ആണോ എന്നെനിക്കൊരു സംശയമുണ്ട്. പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്ത് കൊണ്ടുവരുന്നത് ജോൺ ബ്രിട്ടാസ് ആണ്. മഹാത്മാഗാന്ധിയുടെ പേര് ഒരു ചർച്ചയുമില്ലാതെ ഒരു പുതിയൊരു പദ്ധതിയായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റി മഹാത്മാഗാന്ധിയുടെ പേര് അതിനകത്ത് നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ വളരെ സിമ്പിളായിട്ട് മാത്രമാണ് കോൺഗ്രസ് കാണുന്നത് എന്നുള്ളത് ഏറെ വിഷമകരവും ദുഃഖകരവുമായൊരു കാര്യമാണ്. പാർലമെന്റിനകത്ത് ബില്ല് കീറി എറിഞ്ഞു എന്ന് കരുതി അതോടുകൂടി ഇവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം അവസാനിപ്പിച്ചു പോകുമോ? മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് മാറ്റി അവിടെ 15 വർഷം പൂർത്തിയാകുന്ന നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെതിർക്കും? കോൺഗ്രസിന് BJPയെ ഭയമാണോ എന്ന് സംശയമുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. BJP എന്നാൽ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നമസ്കാരം. മോദി സർക്കാർ രാജ്യത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ സാധാരണക്കാർക്കൊക്കെ അറിയേണ്ടത് ഇനിയിപ്പം നോട്ടില് മോദിന്റെ ഫോട്ടോ വരുമെന്നുള്ളതാണ്. എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ രണ്ട് സഭകളുടെയും പ്രതിപക്ഷ നേതാവ് ജോൺ ബ്രിട്ടാസ് ആണോ എന്നെനിക്കൊരു സംശയമുണ്ട്. പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്ത് കൊണ്ടുവരുന്നത് ജോൺ ബ്രിട്ടാസ് ആണ്. പാർലമെൻറ്റിനകത്താണെങ്കിലും പുറത്താണെങ്കിലും. അതിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതിശക്തമായ പ്രതികരണങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ളത് ജോൺ ബ്രിട്ടാസിനാണ്. നമ്മൾ ജോൺ ബ്രിട്ടാസിനെ പുകഴ്ത്തി പറയുന്നൊന്നുമല്ല, പക്ഷെ കൃത്യമായിട്ട് ഒരു നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട്. കോൺഗ്രസ് MP-മാർ പോലും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി കുറച്ചു നാളത്തേക്ക് ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം ജോൺ ബ്രിട്ടാസിനെ പോലെ കഴിവും ശേഷിയും ചിന്താശീലവും ഒക്കെയുള്ള ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നേക്കാം. അതല്ലെങ്കിൽ വിദൂര സാധ്യതകൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം തയ്യാറാവണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. മഹാത്മാഗാന്ധിയുടെ പേര് ഒരു ചർച്ചയുമില്ലാതെ ഒരു പുതിയൊരു പദ്ധതിയായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റി മഹാത്മാഗാന്ധിയുടെ പേര് അതിനകത്ത് നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ വളരെ സിമ്പിളായിട്ട് മാത്രമാണ് കോൺഗ്രസ് കാണുന്നത് എന്നുള്ളത് ഏറെ വിഷമകരവും ദുഃഖകരവുമായൊരു കാര്യമാണ്. അതായത് ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ യൂണിറ്റുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. മറ്റ് ഒരു പാർട്ടിക്കും BJP ഒഴിച്ച് വേറെ ഒരു പാർട്ടിക്കും ഇതുപോലുള്ള ഒരു സംഘടനാ സംവിധാനമില്ല ഇന്ത്യ മഹാരാജ്യത്ത്. അപ്പോൾ ഇങ്ങനെ സംഘടനാ സംവിധാനമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിൻ്റെ പേരിൽ എവിടെയെങ്കിലും തെരുവിലിറങ്ങിയതായിട്ട് കണ്ടോ? ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്നത് കണ്ടോ? പാർലമെന്റിനകത്ത് ബില്ല് കീറി എറിഞ്ഞു എന്ന് കരുതി അതോടുകൂടി ഇവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം അവസാനിപ്പിച്ചു പോകുമോ? അവസാനിച്ചു പോകത്തില്ലല്ലോ. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എന്തുകൊണ്ട് മോശമായ രീതിയിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഇതാണെന്നേ. കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിൽ ഇരിക്കുന്ന ശുംഭനാണോ എന്ന് പോലും ആളുകൾ ചോദിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. മഹാത്മാഗാന്ധിയുടെ പേര് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മാറിയിട്ട് ഒരു പന്തംകൊളുത്തി പ്രകടനമെങ്കിലും ദേശീയ തലത്തിൽ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കാത്തൊരു പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിരിച്ചുവിടുന്നതല്ലേ നല്ലത്. ഇന്ത്യയുടെ ദേശീയത ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചില ആളുകളിലേക്ക് ചുരുങ്ങിയതിനു ശേഷം ഇന്ത്യൻ ജനതയുടെ ദേശീയ വികാരത്തെ മനസ്സിലാക്കാതെ അവർ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ക്രൂരത ഈ പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഇന്ത്യയോട് ചെയ്യാനുണ്ടോ? ഇപ്പം നാളെ ഒരു സുപ്രഭാതത്തിൽ ഒരു ബില്ലുമായിട്ട് വന്നിട്ട് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് മാറ്റി അവിടെ 15 വർഷം പൂർത്തിയാകുന്ന നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെതിർക്കും? ജോൺ ബ്രിട്ടാസ് പറഞ്ഞതും അഡ്രസ്സ് ചെയ്യപ്പെട്ട വിഷയം അതല്ലേ? വരും ദിവസങ്ങളിൽ എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിനെ കാണാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കോൺഗ്രസിന് ഭയമാണോ എന്നെനിക്ക് സംശയമുണ്ട്. കോൺഗ്രസിന് BJPയെ ഭയമാണോ എന്ന് സംശയമുണ്ട്. ലോക്സഭയ്ക്കകത്തും രാജ്യസഭയ്ക്കകത്തും ചില MP-മാർ നടത്തുന്ന പെർഫോമൻസുകൾക്ക് അപ്പുറത്തേക്ക് തെരുവിൽ സമരം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് ആളില്ലാത്തതിന്റെ പ്രശ്നമാണോ? അതും അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഈ സംഘടനാ സംവിധാനം ഇതേപോലെ ദുർബലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊക്കെ മറ്റു പാർട്ടികളിലേക്ക് പോയിട്ടുണ്ടാവാം. ഏതൊക്കെയായാലും ഈ സംഘടനാ സംവിധാനം എവിടെയൊക്കെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടെങ്കിലും ഈ കോൺഗ്രസ് പാർട്ടി ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയ സമയത്ത് ദേശീയ തലത്തിലൊരു സമരം സംഘടിപ്പിക്കേണ്ടതായിരുന്നു. അത് സംഘടിപ്പിച്ചില്ല എന്ന് പറയുന്നത് ആ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടന ദൗർബല്യത്തെയാണ് കാണിക്കുന്നത്. അതല്ല എങ്കിൽ ഇരിക്കട്ടെ,
ഇപ്പോൾ കോൺഗ്രസിന് എവിടെയെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുക. ഇന്ത്യ സഖ്യത്തിന് അവിടെ ഒരു പ്രാദേശിക കൂട്ടുകെട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ബീഹാറിൽ ഈ പറയുന്ന പോലെയുള്ള കോൺഗ്രസിന് വലിയ പ്രവർത്തകരോ കാര്യങ്ങളോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അവിടെ RJD ഉണ്ടല്ലോ. RJDയുമായി ചേർന്നുകൊണ്ട് അവിടെ വേണമെങ്കിൽ അവർക്ക് തെരുവിലിറങ്ങാമല്ലോ. ഉത്തർപ്രദേശിൽ SP-യുമായി ചേർന്നുകൊണ്ട് തെരുവിലിറങ്ങാമല്ലോ. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുമായി ചേർന്നുകൊണ്ട് ഇറങ്ങാമല്ലോ. മഹാരാഷ്ട്രയിൽ NCPയും ഉദ്ധവ് താക്കറെ വിഭാഗവുമൊക്കെ ആയി ചേർന്നുകൊണ്ട് ഇറങ്ങാമല്ലോ. രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് ആയിട്ട് തന്നെ ഇറങ്ങാമല്ലോ. പഞ്ചാബിൽ കോൺഗ്രസ് ആയിട്ട് തന്നെ ഇറങ്ങാമല്ലോ. കർണാടകയിൽ ഇറങ്ങാമല്ലോ. കേരളത്തിൽ ഇറങ്ങാമല്ലോ. തമിഴ്നാട്ടിലെ DMK-യോടൊപ്പം ഇറങ്ങാമല്ലോ. എന്താണ് ഇവർ ചെയ്യാത്തത്? അതൊരു പക്ഷേ കേന്ദ്രത്തിനെതിരെ സമരമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ED-യുടെ അന്വേഷണം വരുമോ അങ്ങനത്തെ ഒരു പേടി കൊണ്ടാണ്. അതാണ് പറഞ്ഞത്. ഭയമാണ്. തെലങ്കാനയിൽ അവർക്ക് ഇറങ്ങിക്കൂടെ? ആന്ധ്രാപ്രദേശിൽ ഇറങ്ങിക്കൂടെ? തെലങ്കാന കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ? ഇവിടങ്ങളിലൊക്കെ സംഘടനാ സംവിധാനമുള്ളപ്പോൾ ദേശീയ തലത്തിൽ ഒരു പ്രക്ഷോഭമാക്കി മാറ്റാനായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയെ ഇവർ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തെ അത് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വർഷത്തിലൊരു പ്രാവശ്യം ദേശീയ തലത്തിലുള്ള പത്രമാധ്യമങ്ങളെ വിളിച്ചിരുത്തി എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം പട്ടയയിലേക്ക് മുങ്ങുന്ന രാഹുൽ ഗാന്ധിയാണോ ഈ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്? അറിയാൻ പാടില്ല ഞാൻ ചോദിക്കുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വോട്ട് ചോറി വിവാദവുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നു. അതിനുശേഷം അദ്ദേഹം വോട്ട് ചോറി യാത്ര നടത്തി എവിടെ? ബീഹാറിൽ. അവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചോ? ഈ വോട്ട് ചോറിയൊക്കെ അവിടെയുള്ള ഏതെങ്കിലും മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നമാണോ? അവിടെയുള്ള മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നം ദാരിദ്ര്യമാണെന്നേ. ആ ദാരിദ്ര്യത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എന്തുണ്ട് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്നാണ് ബീഹാർ ജനത ചോദിച്ചത്. അതാണ് വോട്ടായിട്ട് ഇതേ രീതിയിൽ ഇത്രയും വളരെ ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് ബീഹാറിൽ പോകാനായിട്ടുള്ള കാരണം. അതുകൊണ്ട് നാളെ നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല. കാരണം ഒരുപക്ഷെ നാളെ നോട്ടിൽ മോദിയുടെ പടം വന്നേക്കാം. RSSനെ സംബന്ധിച്ചിട്ട് വരുന്ന 100 വർഷത്തേക്കുള്ള പ്ലാൻ കൃത്യമായിട്ട് അവർ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളുകൾ മാറിപ്പോയേക്കാം. ഇന്നിരിക്കുന്ന ആളായിരിക്കും ഒരുപക്ഷെ RSSന്റെ തലപ്പത്ത് നാളെ ഉണ്ടാവുക. പക്ഷേ RSS മുൻപോട്ട് വയ്ക്കുന്ന ദർശനങ്ങളും ആദർശങ്ങളും കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം RSSനുണ്ട് എന്ന ബോധ്യം ആർക്കുണ്ടാവണം? കോൺഗ്രസിനുണ്ടാവണം. നേരത്തെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒരുപാട് നയരൂപീകരണങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ മാത്രമാണ്. കാരണം ഒരുപാട് വികസന പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിന്റെ ചിന്തകളും നയങ്ങളും വന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്നാണ്. അതോടൊപ്പം തന്നെ ചേരിചേരാ നയത്തിന് രൂപം കൊടുത്തത് കോൺഗ്രസ് ആണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, ബാങ്കിന്റെ ദേശസൽക്കരിച്ചത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. BJP എന്നാൽ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. രാജ്യത്ത് പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. എവിടെയാണ് കോൺഗ്രസ്? ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ അല്ലെങ്കിൽ GST, ഇന്ത്യയിലുള്ള പല സംസ്ഥാന സർക്കാരുകൾക്കും GST വിഹിതം കൃത്യസമയത്ത് കിട്ടുന്നില്ലല്ലോ. എന്താണ് കോൺഗ്രസ് തെരുവിലിറങ്ങാത്തത്? കേരളത്തിൽ GST വിഹിതം കിട്ടുന്നുണ്ടോ? എന്താണ് കോൺഗ്രസ് തെരുവിലിറങ്ങാത്തത്? കാരണം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് കോൺഗ്രസിന് അറിയാം. GST വിഹിതം കിട്ടി ഇവിടെ കൃത്യമായിട്ട് ഒരു ഫണ്ട് ഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരിക്കലും അധികാരത്തിൽ വരാൻ പറ്റില്ല എന്നുള്ള തെറ്റായ ചിന്തയാണ്. ഞാൻ പറയുന്നു, GSTയുടെ വിഹിതം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് തരാത്തതിന്റെ പേരിൽ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സമരം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണമേ അവർക്കുണ്ടാവത്തുള്ളൂ. മറിച്ച് ഇവർ ഇതിനെ എല്ലാത്രയും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട്, കാരണം LDF ഭരിക്കുന്ന സമയത്ത് GST വിഹിതവും വേണ്ട, ഒന്നും വേണ്ട, തങ്ങളൊരു സമരവും ചെയ്യില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ 16-18 പേരെ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് വിട്ടിട്ടുള്ളത്? വെറുതെ ഒരു നേരം പോക്കിനൊന്നും അല്ലല്ലോ. 18 UDF MP-മാരില്ലേ? ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. നാളെ ഒരു സുപ്രഭാതത്തിൽ നോട്ട് നിരോധിച്ചതുപോലെ തന്നെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് മാറ്റിയത് എന്ന് പറയുന്നത്. ഈ സമാനമായ രീതിയിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കും, വീണ്ടും ഇന്ത്യയിലെ നോട്ടുകളിലേക്ക് ഗാന്ധിയുടെ പടം മാറി അവിടെ നരേന്ദ്രമോദിയുടെ പടം വരുന്നു, അതല്ലെങ്കിൽ RSS നിർദ്ദേശിക്കുന്ന മറ്റൊരാളുടെ പേര് വരുന്നു എന്ന വാർത്തയും നമ്മൾക്ക് കേൾക്കേണ്ടി വരും. അന്നും പാർലമെന്റിനകത്ത് ആ ഒരു പ്രമേയം അല്ലെങ്കിൽ ആ ഒരു ബില്ല് കീറി എറിയുന്നതിനപ്പുറത്തേക്ക് ഒരു ചുക്കും ചെയ്യാനായിട്ട് ഇന്ത്യ മുന്നണിക്കോ കോൺഗ്രസിനോ സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നിലവിലത്തെ സ്ഥിതി എന്ന ഗുരുതരമായ ഒരു അവസ്ഥയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്.